ഹലോ. ആ ആ ആ ആ ആ ഇന്നത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ. കാരണം എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ല. മാത്രമല്ല ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ എൻ്റെ 2 സെമിസ്റ്ററിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റൊന്നും എൻ്റെ കയ്യിലില്ല. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ജോലിക്ക് പോവുകയും ചെയ്യാം, പോകണമെന്നുണ്ട്. ഈ ഇൻ്റർവ്യൂവിന് പോയിട്ട് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് അല്ലെങ്കിൽ എൻ്റെ ഒരു 3 സെമിസ്റ്റർ വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഉടനെ തന്നെ എൻ്റെ ആ ഇയർ അവസാനിക്കും, ഒരു പഠനം അവസാനിക്കും. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലടാ കൊണ്ടുവന്ന് കാണിക്കും. എനിക്ക് ഈ ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ. എന്ത് ചെയ്യാൻ? ആ ആ ഹായ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോയിൽ. എനിക്ക് ഒരു ജോബിൻ്റെ കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പക്ഷേ എനിക്ക് അതിൽ പോകാൻ കഴിയത്തില്ല. കാരണം എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒന്നുമില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് ആ സമയത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ, അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു സിസ്റ്റം ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞു കാണും. എന്നാൽ അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. അപ്പം വേറൊന്നുമല്ല, അപ്പാർ എന്ന് പറയുന്ന കാർഡ് ഇഷ്യൂ ചെയ്തോളാം. നിങ്ങൾക്കൊക്കെ ആധാർ കാർഡ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അതേപോലെ ഉള്ള ഒരു കാർഡാണ്. അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് അപ്പാർ, APAAR എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് ABC അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കാഡമിക് ക്രെഡിറ്റ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ക്രെഡിറ്റുകളെല്ലാം അതിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതിനുള്ളിൽ ശേഖരിച്ച് ഇതിന് ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങളുടെ ആധാർ എൻറോൾ ചെയ്യുക. അതിനുശേഷം ആധാർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ പേര് വിവരങ്ങളൊക്കെ അതിനകത്ത് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആധാറിലുള്ള അതേ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആയിരിക്കും അതിലേക്ക് വരുന്നത്. എന്നിട്ട് അതിൽ സെർച്ച് ചെയ്ത് ABC അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതിയാകും. അങ്ങനെയാണ് ഇനി മുതൽ ഇനി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ABC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അപ്പാർ എന്ന് പറയുന്ന കാർഡിലൂടെ ABC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഇനി എൻറോൾ ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ ഡിജി ലോക്കറിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്തരം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ അക്കൗണ്ടിനെ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ക്രെഡിറ്റ് നൽകുന്ന എക്സാം എൻറോൾമെൻറ്റിൽ എൻറോൾ ചെയ്യണം. ഇനി എക്സാം അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അങ്ങനൊരു ലിങ്ക് കൂടി നിങ്ങൾക്ക് കിട്ടും, ABC അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതോടുകൂടി നിങ്ങൾ ABC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒറ്റ യുണീക്കായിട്ട് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒരു യുണീക്ക് ഐഡിയിലൂടെ നിങ്ങൾക്ക് ഒരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒരിടത്ത് തന്നെ ലഭ്യമാകും. അപ്പോൾ ഒരു യുണീക്ക് ID നിങ്ങൾക്ക് തരണം. വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുക. ABC അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. ഒപ്പം തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്രെഡിറ്റുകളും അതിനുള്ളിൽ ആഡ് ചെയ്യപ്പെടും. അങ്ങനെ വൺ ടൈം എന്ത് ചെയ്തിരിക്കുക, നിങ്ങളുടെ ഒറ്റ കാർഡിനുള്ളിൽ നിങ്ങളുടെ എല്ലാ ക്രെഡിറ്റുകളും, അതായത് അക്കാഡമിക് ക്രെഡിറ്റ് ബാങ്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമല്ലോ, നിങ്ങളതിനെപ്പറ്റി അറിയാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇത്തരം അറിവുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പം അടുത്ത ഒരു ഇൻഫർമേഷനുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.